എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മേഘ. ഞാൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ ആറ്റിങ്ങലിലാണ്. ഞാനിപ്പം 10th ഗ്രേഡ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ നമ്മൾ ബോയ്ക്കോട്ട് മെയ്ഡ് ഇൻ ചൈന എന്നുള്ളൊരു സ്ലോഗൻ സക്സസ്ഫുൾ ആക്കാമെന്ന്. പക്ഷേ ആൾക്കാരെല്ലാം അതിനൊരു മറ്റൊരു ആസ്പെക്റ്റ് നിന്നാണ് കണ്ടത്. ആൾക്കാർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മെയ്ഡ് ഇൻ ചൈന TV എറിഞ്ഞു പൊട്ടിക്കുക, അല്ലെങ്കിൽ അവരുടെ മെയ്ഡ് ഇൻ ചൈന ടോയ്സ് നശിപ്പിക്കുക. നമ്മളൊരു സാധനം വാങ്ങിച്ച് കഴിഞ്ഞു, അപ്പം അതിനെ നമ്മൾ നശിപ്പിച്ചാലും ഇല്ലെങ്കിലും അത് ചൈനീസ് ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ ചൈനീസ് എക്കണോമിയോ അത് ബാധിക്കുന്നില്ല. വാട്ട് ഐ മെൻറ്റ് വാസ്, കഴിഞ്ഞ വീഡിയോയിൽ ഇനി നമ്മൾ വാങ്ങിക്കുമ്പോൾ മെയ്ഡ് ഇൻ ചൈന വാങ്ങിക്കരുത് എന്നാണ് ഉദ്ദേശിച്ചത്. എല്ലാവരും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ചൈന എന്നുള്ളൊരു രാജ്യം മറ്റെല്ലാ രാജ്യങ്ങളുടെയും മുകളിൽ നിൽക്കുന്നതെന്ന്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ബോർഡർ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അപ്പം ഇന്ത്യ ചൈന ബോർഡറിൽ മാത്രമല്ല ഇപ്പോൾ പ്രശ്നം നടക്കുന്നത്. ചൈന തായ്വാൻ്റെ കൂടെയും ഇപ്പം ബോർഡർ ഇഷ്യൂ പ്രോബ്ലംസിലാണ്. അപ്പോൾ നമ്മൾ ട്രേഡ് വാസ് എ ടോപ്പിക്. അപ്പം എന്തുകൊണ്ട് ഒരു രാജ്യം വ്യാപാരം നടത്തണം? നമുക്ക് നമ്മുടെ രാജ്യത്തുള്ള സാധനങ്ങൾ ഉണ്ടാക്കി നമ്മുടെ ആൾക്കാർക്ക് തന്നെ കൊടുത്തൂടെ? എന്തുകൊണ്ട് നമ്മൾ ബാക്കി രാജ്യങ്ങളുമായിട്ട് വ്യാപാരം നടത്തുന്നു? 3 കാരണങ്ങളുണ്ടാവാം അതിന് മെയിനായിട്ട്. ആദ്യത്തേതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക സാധനം നമ്മുടെ രാജ്യത്ത് ലഭിക്കാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, ബ്രിട്ടനിൽ UK 1633 മുൻപ് പഴം ഇല്ലായിരുന്നു, ബനാന ഇല്ലായിരുന്നു. അവരുടെ ക്ലൈമറ്റ് പ്രശ്നം കാരണം ബനാന ഇല്ലായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു? വ്യാപാരത്തിന് ശേഷം ബനാന അവർക്ക് കിട്ടി. അതായിരിക്കും ആദ്യത്തെ കാരണം. രണ്ടാമത്തത്, ഒരു പെർട്ടിക്കുലർ സാധനം മറ്റൊരു രാജ്യത്ത് കൂടുതൽ വിലക്കുറവായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആ സാധനം നമുക്ക് കിട്ടുകയാണ് വിലക്കുറവായിട്ട്. അപ്പോൾ അതായിരിക്കാം. എക്സാമ്പിൾ, USA കോൾ സെൻറ്റേഴ്സ് അവർ മെയിനായിട്ടും അത് ഇന്ത്യയിൽ തന്നെ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇന്ത്യയിൽ അത് ചീപ്പായിട്ട് കോൾ സെൻറ്റേഴ്സ് നടത്താം കമ്പയർഡ് ടു USA. തേർഡ് എന്ന് പറഞ്ഞാൽ ബെറ്റർ ക്വാളിറ്റി. ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടി ബെറ്റർ ക്വാളിറ്റിയിലും വേറൊരു രാജ്യം ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഇമ്പോർട്ട് ചെയ്യും. ആ സാധനം നമ്മുടെ രാജ്യത്തിലോട്ട് ഇമ്പോർട്ട് ചെയ്യും. ഇതിന് ഒരുപാട് നല്ല വശങ്ങളുണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട്. ആദ്യത്തേന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ എന്ന നിലയിൽ, ഒരു ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ എന്ന നിലയിൽ നമുക്കൊരു മാർക്കറ്റിൽ ഒരുപാട് ചോയ്സ് കൂടുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കറി പൗഡർ വാങ്ങിക്കാൻ പോവുകയാണ്. ഇപ്പം നമുക്ക് ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്, നമുക്ക് പല ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്യാം. അപ്പോൾ അതെല്ലാം ഒരു ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഒരു ബെനിഫിറ്റ് തന്നെയാണ് ഗ്ലോബലൈസേഷൻ്റെ. രണ്ടാമത്തത്, പല സാധനങ്ങളും നമുക്ക് ചീപ്പായിട്ട് കിട്ടും. ചിലപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ ചീപ്പായിട്ട് നമുക്ക് മറ്റൊരു രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടും. പിന്നെ ഒരു രാജ്യം സ്പെഷ്യലൈസേഷൻ, ദാറ്റ്സ് എ മെയിൻ പോയിന്റ്. കാരണം സ്പെഷ്യലൈസേഷൻ, നമ്മൾ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഒരു സെക്ടറിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ഇപ്പം സൗദി അറേബ്യ പോലത്തെ ഒരു കൺട്രി ആണെങ്കിൽ ഓയിൽ മൈൻസ് അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽസ്, അതായിരിക്കും അവരെ ഏറ്റവും നല്ല മികച്ച് നിൽക്കുന്ന ചില സെക്ടേഴ്സ്. അതേസമയം ഇന്ത്യക്കാണെങ്കിലോ സ്പൈസസ്. കാരണം നമ്മൾ ബാക്കി ഏത് രാജ്യത്തിനെക്കാട്ടി നല്ല ബെസ്റ്റ് ക്വാളിറ്റി സ്പൈസസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയുള്ളൊരു രാജ്യമാണെങ്കിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ സ്പെഷ്യലൈസ് ചെയ്ത് അതിൽ ബെസ്റ്റായിട്ട് ബാക്കി രാജ്യങ്ങൾക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ അത് മൊത്തത്തിൽ ഏത് ആസ്പെക്റ്റിൽ നിന്ന് നോക്കിയാലും ഇൻ്റർനാഷണൽ ട്രേഡ് ഒരു രാജ്യത്തിന് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ ചില ഡിസഡ്വാൻറ്റേജസ് അത് ഇന്ത്യയെ മെയിനായിട്ട് ബാധിക്കുന്നില്ല. ബട്ട് അണ്ടർ ഡെവലപ്ഡ് കൺട്രി, ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. പക്ഷേ അണ്ടർ ഡെവലപ്ഡ് കൺട്രി ആകുമ്പോൾ എന്ത് ചെയ്യും? അവർക്കൊരു പ്രത്യേകിച്ച് ഒരു സെക്ടർ വലുതാക്കാനായിട്ടില്ല, ഒരു നാച്ചുറൽ റിസോഴ്സസോ അങ്ങനെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ആ രാജ്യം താരിഫ് ബാരിയേഴ്സ് എന്ന് വെച്ചാൽ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ടാക്സ് പ്രൊക്ലെയിം ചെയ്യും. അപ്പോൾ ഒരു രാജ്യം ബാക്കി ഒരു രാജ്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ടാക്സ് പ്രൊക്ലെയിം ചെയ്യണമെങ്കിൽ എന്ത് പറ്റും? മിക്ക ഇൻവെസ്റ്റേഴ്സും ഇൻവെസ്റ്റ് ചെയ്യില്ല, കാരണം അവിടെ ഒരുപാട് ടാക്സ് ഉണ്ട്. അപ്പോൾ എന്ത് പറ്റും? ബാക്കി ആ രാജ്യത്തിൻ്റേതായ ട്രേഡേഴ്സ് അവരെല്ലാം വലുതാവും. അവരെല്ലാം ആ രാജ്യം സപ്പോർട്ട് ചെയ്യുകയാണ്, ഈ ട്രേഡിൻ്റെ അധീനതയിലിരിക്കുന്നത്. അപ്പം ചൈന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന് 2001 ജോയിൻ ചെയ്യുന്നത്. പിന്നെ അന്ന് ഈ ചൈന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ജോയിൻ ചെയ്യുമ്പം ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് ചൈന ലിബറലൈസ് ചെയ്യും എക്കണോമി, സോ ദാറ്റ് ഈ ബാക്കി കൺട്രീസുമായിട്ടുള്ള ട്രേഡ് ഈസി ആവും. ബേസിക്കലി വാട്ട് ഇറ്റ് മെൻറ്റ് വാസ്, ചൈന ഒരുപാട് എക്സ്പോർട്ടും ചെയ്യാം, ചൈനയുടെ രാജ്യം ഓപ്പൺ ചെയ്യാം ബാക്കി ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ. അതായിരുന്നു പ്രോമിസ്. പക്ഷേ ഇപ്പം 19 years ആയി, 2020 ആയി, വലുതായിട്ട് അവർ ലിബറലൈസ് ചെയ്തിട്ടില്ല. കുറച്ച് ചെയ്തായിരിക്കാം, പക്ഷേ ഒരുപാട് ചെയ്തിട്ടില്ല. അത് ക്ലിയർ വയലേഷൻ ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ റൂള് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് മെയ്ഡ് ഇൻ ചൈന പ്രോഡക്റ്റ്സ്. നമ്മൾ ഏത് രാജ്യത്ത് പോയാലും മെയ്ഡ് ഇൻ ചൈന ഒരുപാട് കാണാനുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യയെക്കാട്ടി കൂടുതൽ മെയ്ഡ് ഇൻ ചൈനയാണ്. അതേസമയം നമ്മൾ ചൈനയുടെ മാർക്കറ്റിൽ നോക്കിയാലോ, ചൈനയിൽ ഗൂഗിളില്ല, യൂട്യൂബില്ല, ആമസോണില്ല, ഫേസ്ബുക്കില്ല, ഇതൊന്നുമില്ല. അവരെന്താ ചെയ്യുക? യൂട്യൂബിന് യോക്കോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലോൺ,
ആമസോണിന് അലിബാബ, ദ മോസ്റ്റ് ഫേമസ് വൺ. ഗൂഗിളിന് ബൈഡു, പിന്നെ ഫേസ്ബുക്കിന് വെയ്ബോ. ഈ യൂട്യൂബ്, ആമസോൺ എന്ന് പറയുന്ന സാധനങ്ങളൊന്നും ചൈനയുടെ അകത്തില്ല. അവർ കയറ്റത്തില്ല. അവർ യൂസ് ചെയ്യുന്ന എന്താണ്, യൂക്കോ, അലിബാബ, ബൈഡു, വീബോ എന്ന് പറയുന്ന ക്ലോൺ വേർഷൻസ് ഓഫ് ദി ആപ്പാണ്. അത് ഇല്ലീഗലാണ്. കാരണം ഫോർ എക്സാമ്പിൾ, അവരൊരു ഡിക്റ്റേറ്റർഷിപ്പ് ആയതുകൊണ്ടാണ് അവർ ഇത് വലുതായിട്ടൊന്നും ബാധിക്കാത്തത് റൂൾസ്. പക്ഷേ ഒരു ഡെമോക്രാറ്റിക് കൺട്രി അങ്ങനെ ചെയ്താൽ ദാറ്റ് ഈസ് ഇല്ലീഗൽ. കാരണം ടിക്ടോക്കിൻ്റെ ഒരു ക്ലോൺ വേർഷനായിട്ട് മിത്രോ എന്ന് പറഞ്ഞൊരു ആപ്പ്, പക്ഷേ അത് നമ്മൾ ഇന്ത്യൻ ആണ് വിചാരിച്ചത്, പക്ഷേ അത് ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി പാകിസ്ഥാനി ആപ്പ്. അപ്പോൾ ഒരു ക്ലോൺ വേർഷൻ അതേപോലെ കോപ്പി അടിച്ച് പേര് മാത്രം മാറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇല്ലീഗൽ. അപ്പോൾ അത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റാണ്, IP തെഫ്റ്റ്. അതൊരിക്കലും ഒരു രാജ്യം ചെയ്യാൻ പാടില്ല. അതുമാത്രമല്ല, ചൈനയിൽ ഇപ്പോൾ നമുക്ക് ആസ് എൻ ഇൻവെസ്റ്റർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം ചൈന ആദ്യം ചോദിക്കുന്നത് IP, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ചോദിക്കും. അത് കൊടുത്താൽ, നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവിടെ ട്രേഡ് ചെയ്യാം, ബാരിയർ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ചൈനയ്ക്ക് കൊടുക്കണം. എന്ന് വെച്ചാൽ ബേസിക്കലി നിങ്ങളുടെ ആപ്പിൻ്റെ ഐഡിയ കൊടുക്കണം. അപ്പോൾ ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റിനെതിരെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് ചൈനയ്ക്കെതിരെ ഫയൽ ചെയ്തിട്ടുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന് അത് ലോസാണ്. ഈ ചൈനയ്ക്ക് പുറത്ത് മറ്റേതൊരു പുതിയ ടെക്നോളജി വന്നാലും അതിന് ചൈന കയറ്റത്തില്ല. അതിനെ കോപ്പി അടിച്ച് നെക്സ്റ്റ് ഡേ അവർ അവരുടേതായ മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞ ഒരു പുതിയ ടെക്നോളജി പുറത്തുവിടുകയാണ്. ദാറ്റ് ഈസ് പ്യുവർ മോഷണം എന്ന് തന്നെയാണ് അതിന് പറയാനുള്ളത്. കാരണം USA $300 മുതൽ $600 വരെ അവിടെ എന്താണ് ലോസ് വരുന്നുണ്ട് USA. ഇത് കാരണം തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് എന്ത് ചെയ്തത്, ട്രേഡ് വാർ പ്രൊക്ലെയിം ചെയ്തത് ചൈനയുടെ അടുത്ത്. എന്ന് വെച്ചാൽ ഇവർക്ക് ഇനി ചൈനക്കാർക്ക് അല്ലെങ്കിൽ ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ ഒരുപാട് ടാക്സ് കൊടുക്കേണ്ടി വരും, താരിഫ് കൊടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് ഇമ്പോർട്ട്, ടാക്സ് ഓൺ ഇമ്പോർട്ട്. പിന്നെ നെക്സ്റ്റ് സെക്കൻഡ് മെത്തേഡ് അഡോപ്റ്റഡ് ബൈ ചൈനീസസ് ഡംപിങ്. ഡംപിങ് എന്ന് പറയുന്നത് ഒരു പോളിസിയാണ്. നമ്മൾ നോട്ട് ദ ബേസിക് മീനിങ് അല്ല ഡംപിങ്ങിൻ്റെത്. ഞാനിവിടെ ഉദ്ദേശിച്ചത് ഒരു ആ രാജ്യത്തിന് പ്രത്യേകിച്ച് വലിയ ഉപയോഗമൊന്നുമില്ലാത്ത അല്ലെങ്കിൽ യൂസ്ലെസ് ആയിട്ടും ചീപ്പായിട്ടുമുള്ള സാധനങ്ങളെല്ലാം മറ്റൊരു രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. ഏറ്റവും നല്ല എക്സാമ്പിളാണ് ചൈനയുടെ ടോയ്സ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതലുള്ളത് ചൈനീസ് ടോയ്സാണ്. അങ്ങനെ ഉള്ളപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലോക്കൽ ട്രേഡേഴ്സ്, നമ്മുടെ ഇന്ത്യൻ ടോയ് മാനുഫാക്ചറേഴ്സിന് വളരാൻ പറ്റില്ല. കാരണം ഇവർ ഇത്ര ഭയങ്കര ചീപ്പായിട്ടാണ് വിൽക്കുന്നത്. ഇപ്പോൾ ഒരു ആസ് എ കസ്റ്റമർ നിങ്ങളൊരു കടയിൽ പോവുകയാണ്, 2 സാധനങ്ങൾ, ഒരേ സാധനം പല വില, ഏറ്റവും ചീപ്പായിട്ടുള്ളതല്ലേ നിങ്ങൾ എടുക്കൂ. ഞാനാണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ. കാരണം അത്ര ചീപ്പായിട്ടാണ്. അപ്പം എന്ത് പറ്റും എന്ന് വെച്ചാൽ ലോക്കൽ ട്രേഡേഴ്സിന് വളരാൻ പറ്റുന്നില്ല, ഇന്ത്യൻ ട്രേഡ് വളരുന്നില്ല. അങ്ങനെ ആവുമ്പോൾ ഈ ചൈന എന്ത് പറ്റും, ചൈനയ്ക്ക് ഇന്ത്യയുടെ അകത്തുള്ള മാർക്കറ്റ് ഷെയർ ഒരുപാട് കൂടുകയും ചെയ്യും. ആ ഒരു പർട്ടിക്കുലർ സെക്ടർ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ ടോയ്സ് മാനുഫാക്ചറിങ് ആണ് അതിൻ്റെ അകത്ത് മോണോപോളി, സർവാധികാരം നേടുകയും ചെയ്യും ചൈന. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഇത്ര ചീപ്പായിട്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്നത്? അതാണ് അടുത്ത ചോദ്യം. എങ്ങനെ ഇത്ര എളുപ്പത്തിൽ അല്ലെങ്കിൽ ഇത്ര ചീപ്പായിട്ട് അവർക്കൊരു സാധനം ഉണ്ടാക്കാൻ പറ്റും? കാരണം അവിടുത്തെ ഗവൺമെൻറ് ഡംപിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് ഗവൺമെൻറ്റാണ്. അതുമാത്രമല്ല അവർ എക്സ്പോർട്ട് സബ്സിഡീസ് വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ചീപ്പായിട്ട് ആ ഗവൺമെൻറ് ആ ട്രേഡിനെ ഫേവർ ചെയ്തുകൊണ്ട് ഒരുപാട് പോളിസീസ് ഉണ്ടാക്കിയിട്ടുണ്ട് ചൈനീസ് ഗവൺമെൻറ്. അങ്ങനെ ആകുമ്പോൾ അവർക്ക് ട്രേഡ് സർപ്ലസും വരുന്നുണ്ട്, നമ്മുടെ ലോക്കൽ ട്രേഡേഴ്സിനൊന്നും വലിയ മാനുഫാക്ചറിങ് ഇല്ല, അവരുടെ കട കൂട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ ചൈനീസ് സ്പൈ നെറ്റ്വർക്ക്, ദിസ് ഇസ് ദ മെയിൻ തിങ്. നമ്മൾ ഈ ചൈനീസ് സോഫ്റ്റ്വെയർ ഡിലീറ്റ് ചെയ്യണം എന്ന് പറയുന്നു. അപ്പോഴൊന്നും നമുക്കൊരു ചെറിയൊരു സാക്രിഫൈസ് പോലും ചെയ്യാൻ പറ്റുന്നില്ല. PUBG ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ചിലവർക്കൊക്കെ ഭയങ്കര എന്താണ്, അയ്യോ ഞാൻ PUBG ഡിലീറ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ ടിക്ടോക്ക് ആണെങ്കിൽ ആരും, ഞാൻ ആ കഴിഞ്ഞ വീഡിയോ ഫോർവേഡ് ചെയ്തിട്ട് വരെ ആരും അങ്ങനെ ഡിലീറ്റ് ചെയ്തതായിട്ടൊന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. അതിൻ്റെ ഒരു ഏറ്റവും മെയിനായിട്ടുള്ള എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഓസ്ട്രേലിയ. ഈ ഓസ്ട്രേലിയയിൽ ഒരുപാട് കേസസ് ഫയൽ ചെയ്തിട്ടുണ്ട് ചൈനയുടെ ഈ സ്പൈ നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ വഴി. കാരണം ഒരു ഓസ്ട്രേലിയൻ സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, ദിസ് ഇസ് ദ മെയിൻ എക്സാമ്പിൾ. അപ്പം ആ വിദ്യാർത്ഥിയുടെ കയ്യിൽ ചൈനീസ് സോഫ്റ്റ്വെയർ, ഹി വാസ് എ ചൈനീസ് മാൻ. അപ്പം അയാൾ ചൈനയിൽ വന്നൊരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഒരു ചൈനയുടെ ഗവൺമെൻറ്റിന് എഗൻസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊട്ടസ്റ്റ് അത് ഓസ്ട്രേലിയയിൽ നടക്കുന്നുണ്ടായിരുന്നു, ചൈനീസ് ഗവൺമെൻറ്റിനെതിരെയുള്ളൊരു പ്രൊട്ടസ്റ്റ്. അപ്പോൾ ഈ കുട്ടി അറ്റൻഡ് ചെയ്തു, സമരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അടുത്ത ദിവസം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് അറിഞ്ഞിട്ട് ആ കുട്ടിയുടെ വീട് ചൈനയിലാണല്ലോ, ആ വീട്ടുകാരെ പോയിട്ട് ഭീഷണിപ്പെടുത്തി, ഇതാ നിങ്ങളുടെ മോൻ ഇങ്ങനെ ദേശദ്രോഹമാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരുപാട് ഭീഷണിപ്പെടുത്തി. അപ്പോൾ അത്ര പെട്ടെന്നാണ് ഇവർക്ക് ഈ മറ്റൊരു രാജ്യത്ത് നടക്കുന്ന കാര്യം തന്നെ എളുപ്പത്തിൽ അറിയുന്നു. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഡിലീറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഈ ടിക്ടോക്ക്, PUBG, VTV അങ്ങനെ ഒരുപാട് ആപ്സ് ഉണ്ട്, അതെല്ലാം. പിന്നെ ഈ ഏറ്റവും മെയിനായിട്ട് എങ്ങനെ ഒരു രാജ്യത്തിന് തന്നെ ഇവർ കീഴടക്കുന്നു, ഫോർ എക്സാമ്പിൾ നേപ്പാൾ, ഭൂട്ടാൻ, പാകിസ്ഥാൻ, ആഫ്രിക്ക, അങ്ങനെയുള്ള വലിയ വലിയ രാജ്യങ്ങൾ എങ്ങനെയാണ് ഇവരുടെ അടിയിലാവുന്നത്? ഇപ്പോൾ തന്നെ അറിയാമല്ലോ, പാകിസ്ഥാനും നേപ്പാൾ എന്ന് പറയുന്നത് അവരുടെ ഇൻഡിപെൻഡൻ്റ് ഉള്ള ഒരു കൺട്രി പോലും അല്ല.
അവരെല്ലാം ചൈനയുടെ അടിയിലുള്ള രാജ്യങ്ങളായി ഇപ്പോൾ. മെയിനായിട്ട് ഇവർ അഡോപ്റ്റ് ചെയ്യുന്ന പോളിസി എന്തെന്ന് വെച്ചാൽ ഡെപ്റ്റ് ട്രാപ്പ്. ഡെപ്റ്റ് ട്രാപ്പ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ദരിദ്രമായൊരു കൺട്രി, പണ്ടത്തെ കാലത്ത് ആഫ്രിക്ക ഇസ് എ ബെസ്റ്റ് എക്സാമ്പിൾ. ആഫ്രിക്കയിൽ പോയിട്ട് ചൈന ഇൻവെസ്റ്റ് ചെയ്യും, ഒരു കോടിക്കണക്കിന് രൂപകൾ അവർ ഇൻവെസ്റ്റ് ചെയ്യും, വലിയ വലിയ ഹൈവേ കെട്ടാനും ഡാമും ഭയങ്കര ഇൻഫ്രാസ്ട്രക്ചറും. അപ്പോൾ ഒരു ദരിദ്രമായ രാജ്യമായതുകൊണ്ട് അതവർ വാങ്ങിക്കും, ലോണാണ്. പക്ഷേ അപ്പോൾ അത് കൊടുക്കുമ്പോൾ തന്നെ ചൈനയ്ക്കറിയാം ഇവർ തിരിച്ചൊന്നും അടയ്ക്കാൻ പോകുന്നില്ല, കാരണം അവരെ കൊണ്ട് പറ്റില്ല. ആയിരക്കണക്കിനും അല്ല, കോടിക്കണക്കിന്. അപ്പോൾ ഒരിക്കലും ആ രാജ്യത്തിന് തിരിച്ചടയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ എന്ത് പറ്റും, ചൈന ആ രാജ്യത്തിൻ്റെ മെയിൻ സ്ട്രാറ്റജിക്കായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും നല്ല സ്ഥലങ്ങൾ നോക്കി അവിടെ ഫിസിക്കലി ഓക്കുപ്പൈ ചെയ്യുകയും ആ സ്ഥലം വാങ്ങിക്കുകയും ചെയ്യും. പിന്നെ പോർട്ടായിട്ടും അല്ല, സീ പോർട്ട്സും വല്ലതും ഉണ്ടെങ്കിൽ അവിടെ മിലിറ്ററിയെ പറഞ്ഞയച്ചിട്ട് പറയും, അത് നിങ്ങളുടെ ഉപയോഗങ്ങൾക്കായിട്ടൊക്കെ നിങ്ങൾ ഉപയോഗിച്ചോ എന്ന് ചൈന പറയും. ഇതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ സാംബിയ എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഫുൾ ഇലക്ട്രിസിറ്റി മെയിനായിട്ട് നോക്കുന്നത് ചൈനയാണ്. ചൈന അത് വാങ്ങിച്ച് കഴിഞ്ഞു. പിന്നെ കെന്യ പോർട്ട് ഓഫ് മുംബാസ എന്ന് പറയുമ്പോൾ അതും ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു പോർട്ടാണ് കെന്യയിൽ. അതും ചൈനയുടെ അധീനതയിലായി ഇപ്പോൾ. ഇനി അടുത്തതായിട്ട് ഈ ഡെപ്റ്റ് ട്രാപ്പിൽ പെടാൻ പോണ കൺട്രി എന്ന് പറയുമ്പം നൈജീരിയ മിക്കവാറും ഇപ്പോൾ തന്നെ ഡെപ്റ്റ് ട്രാപ്പിലായി കഴിഞ്ഞു. പിന്നെ മാൽഡീവ്സ് എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ്, ആ മാൽഡീവ്സിലെ ഒരു ഐലൻഡ് മൊത്തത്തിൽ ചൈനയുടേതാണ്. ഇതെല്ലാം ആ ഡെപ്റ്റ് ട്രാപ്പ് അവർ വാങ്ങിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ആസ് എൻ ഇന്ത്യൻ നമ്മളെ ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ശ്രീലങ്ക, ഈ നേപ്പാൾ, പാകിസ്ഥാൻ എല്ലാം ഓൾറെഡി ചൈനയുടെ കാലിനടിയിൽ തന്നെയാണ്. ഈ ശ്രീലങ്കയിൽ 15,000 ഏക്കർ വരുന്നൊരു പോർട്ട്, ആ പോർട്ട് ഇവർ ഈ ഡെപ്റ്റ് ട്രാപ്പ് വഴി വാങ്ങിച്ചിട്ട് അത് 99 ഇയേഴ്സിനായിട്ട് 99 വർഷത്തിനായിട്ട് ലീസ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അത്രയും വർഷം നമ്മുടെ ഇന്ത്യക്ക് അതൊരു ഭീഷണിയാണ്. കാരണം ശ്രീലങ്ക എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന, അതും ആ പോർട്ട് 15,000 ഏക്കേഴ്സ്, അതും 99 വർഷത്തേക്ക് ചൈനയുടെ കയ്യിലായി. അപ്പോൾ ഇങ്ങനെയെല്ലാം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ചുറ്റും മൊത്തത്തിൽ ചൈന ഒരു നെറ്റ്വർക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ രാജ്യത്തിൻ്റെ. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിനായിട്ടൊരു ഭീഷണിയാണ്. ഫ്രീ മീഡിയ, അവർക്കൊരു മീഡിയ തന്നെ ഇല്ല, കാരണം അതെല്ലാം ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിയിലാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും ചില TV ചാനൽസ് ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയെ റെപ്രസെൻറ്റ് ചെയ്യും. അത് പക്ഷേ അവർ പറയത്തില്ല, പക്ഷേ ദാറ്റ് ഇസ് ദ ട്രൂത്ത്. അപ്പോൾ ചൈനയിലെന്ന് പറയുമ്പോൾ അവർക്കൊരു ഫ്രീഡം ഓഫ് പ്രസ് ഇല്ല. ആ ഗവൺമെൻറ് എന്ത് പറയുന്നു അത് തന്നെ പുറത്ത് പറയണം. പിന്നെ ഒരു ഒപ്പോസിഷൻ ഇല്ല. ഒരിക്കലും ഒരു രാജ്യത്തിന് ഒപ്പോസിഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ചൈനയിൽ COVID-19 സ്പ്രെഡ് ആയപ്പോൾ അതിനെപ്പറ്റി നമുക്ക് വലിയ ഇൻഫോർമേഷൻ ഒന്നും കിട്ടിയില്ല. എന്തുകൊണ്ട്? ഒപ്പോസിഷൻ ഇല്ല. ഒപ്പോസിഷൻ ഉണ്ടെങ്കിൽ, ഒരു സ്ട്രോങ് ഒപ്പോസിഷൻ ആണെങ്കിൽ ആ ഗവൺമെൻറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യും. ഗവൺമെൻറ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല, എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പം നമുക്ക് ആ ഇൻഫോർമേഷൻ അറിയാൻ പറ്റും. ഇവിടെ അതൊന്നും ഇല്ല ചൈനയിൽ. ഇതൊക്കെ കാരണം തന്നെയാണ് ചൈന നമ്മുടെ എല്ലാവരുടെയും അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളുടെയും ടോപ്പ് പൊസിഷനിൽ വരാൻ പോകുന്നത്. ആസ് എൻ ഇന്ത്യൻ നമുക്കൊരു സോൾജർ വീരമൃത്യു കൈവരിക്കുന്നതിനെക്കാട്ടി വലുതൊന്നും അല്ലല്ലോ. അവരവരുടെ ജീവൻ തന്നെയാണ് ബലിദാനം കൊടുക്കുന്നത്. പക്ഷെ നമ്മളുടെ അടുത്ത് എന്താണ് പറയുന്നത്? ജസ്റ്റ് നമ്മുടെ പാർട്ട് ചെയ്യുക. നമ്മുടെ പാർട്ട്, ഫോർ എക്സാമ്പിൾ PUBG, TikTok, ഹലോ, അങ്ങനത്തെ ആപ്പുകളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുക. അതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് ലോസ് വരുന്നത്? ഒരു ആപ്പ്, അതിന് പകരം ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടല്ലോ. വൈ നോട്ട് ഗോ ഫോർ ദാറ്റ്? എന്തിന് നിങ്ങൾ ചൈനീസ് ആപ്പ് തന്നെ വീണ്ടും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു? ഇന്ത്യൻ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അത് ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ കാണിക്കാം. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ആസ് എൻ ഇന്ത്യൻ യു ഹാവ് ടു ഡു യുവർ പാർട്ട്. നമ്മുടെ ഭാഗം നമുക്ക് ക്ലിയർ ചെയ്തിട്ട് ബോയ്ക്കോട്ട് മെയ്ഡ് ഇൻ ചൈന യൂസ് ചെയ്യാം. ഈ ഹാർഡ്വെയർ എന്ന് പറയുന്നത് നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് മാറ്റാം. അല്ലാതെ ഞാൻ പറയുന്നത് ബോയ്ക്കോട്ട് മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ ഫോൺ അടിച്ച് പൊട്ടിക്കണം എന്നല്ല. സോഫ്റ്റ്വെയർ ഇന്ന് തന്നെ ചെയ്തു. ഹാർഡ്വെയർ നമുക്ക് പതുക്കെ മാറ്റാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഹോൾ വീഡിയോ. നിങ്ങൾ കമൻറ്റ് ഇടണം, ലൈക്ക് ഇടണം, ഷെയർ ചെയ്യണം.